Hi students, welcome to the lecture. Today we will be dealing with Musgrave's theory of incidence of taxation, and this is also a requested video. Without much delay, let's move on to the topic. Professor Richard E. Musgrave popularized a new concept of incidence. He points out that incidence takes into account the distributional consequences of budgetary policy change. ബഡ്ജറ്ററി പോളിസി ചേഞ്ചിൻ്റെ അകത്ത് വരുന്ന ഡിസ്ട്രിബ്യൂഷണൽ കോൺസിക്വൻസസിനെ ബേസ് ചെയ്തിട്ടാണ് മസ്ഗ്രേവ് ഇൻസിഡൻസിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഓക്കെ, Professor Musgrave defined the term incidence as the resulting change in the distribution of income available for private use which arises as a result of changes in budgetary policy. ബഡ്ജറ്ററി പോളിസി അല്ലെങ്കിൽ ബഡ്ജറ്റ് പോളിസീസിന് ഉണ്ടാകുന്ന ചേഞ്ച് മൂലം നമുക്ക് പ്രൈവറ്റ് യൂസിന് അവൈലബിൾ ആകുന്ന ഇൻകത്തിൻ്റെ അകത്തും ചേഞ്ച് വരുന്നു. സോ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റിനെ മസ്ഗ്രേവ് ഡിഫൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ചേഞ്ചസ് ഇൻ ദ പോളിസി ഓഫ് ടാക്സേഷൻ ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചറിലും ടാക്സേഷനിലും ഉണ്ടാകുന്ന ചേഞ്ചസിനെ മുൻനിർത്തിയാണ് മസ്ഗ്രേവ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടേമിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ബഡ്ജറ്ററി പോളിസി ചേഞ്ചിൻ്റെ കോൺസിക്വൻസസ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റിനെ പറയുന്നത്. സോ ടേം ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ടേം നമ്മുടെ ബഡ്ജറ്ററി പോളിസിക്ക് ചേഞ്ച് ഉണ്ടാകുമ്പോഴത്തേക്കും പ്രൈവറ്റ് യൂസിന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആകുന്ന ഇൻകത്തിൻ്റെ അകത്തും ചേഞ്ച് ഉണ്ടാകും. സോ ഈ ഒരു ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ടേം കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹി പോയിൻറ്റഡ് ഔട്ട് whenever budget policy is changed, it causes 3 important effects. എപ്പോഴൊക്കെയാണ് ബഡ്ജറ്റ് പോളിസി ചേഞ്ച് ആകുന്നത്? 3 രീതിക്കുള്ള എഫക്റ്റ് അത് കൊണ്ടുവരുന്നു. ഫസ്റ്റ്ലി, it may affect the distribution of income between different sections of communities. ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയ്ക്കുള്ള ഇൻകം ഡിസ്ട്രിബ്യൂഷനെ ഈ ഒരു ബഡ്ജറ്റ് പോളിസി ചേഞ്ചിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ചേഞ്ച് മൂലം ബഡ്ജറ്റ് പോളിസിക്ക് ഉണ്ടാകുന്ന ചേഞ്ച് മൂലം ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് കമ്മ്യൂണിറ്റീസും കൂടി എഫക്റ്റ് ആകുന്നു. സെക്കൻഡ്ലി, it may lead to change in the transfer of resources from private to public use, and thirdly, it may lead to changes in output. അതായത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് യൂസിൽ നിന്ന് പബ്ലിക് യൂസിലോട്ടേക്ക് റിസോഴ്സ് ട്രാൻസ്ഫർ ഉണ്ടാകും. That cause changes in the transfer of resources from private to public. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഔട്ട്പുട്ടിൻ്റെ അകത്ത് ചേഞ്ച് കൊണ്ടുവരും. സോ മൂന്നാമത്തെ കാര്യം ഔട്ട്പുട്ടിന് ചേഞ്ച് കൊണ്ടുവരും. ബഡ്ജറ്റ് പോളിസി ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഡിഫറെൻറ്റ് സെക്ഷൻ ഓഫ് കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകത്തിനെ എഫക്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ റിസോഴ്സിൻ്റെ ട്രാൻസ്ഫർ പ്രൈവറ്റിൽ നിന്ന് പബ്ലിക്കിലോട്ടേക്ക് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഔട്ട്പുട്ടിൻ്റെ അകത്തും ചേഞ്ച് ചെയ്യുന്നു. According to Musgrave, the term incidence is used to denote first type of the effect. Okay, first type of this effect ആണ് നമ്മൾ ഈ ഒരു ടേം ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് മസ്ഗ്രേവ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയുവാണെങ്കിൽ റിസോഴ്സിൻ്റെ ട്രാൻസ്ഫർ ഉണ്ടാകുന്നത് എപ്പോഴാണ്? നികുതിയുടെ ഇല്ലായ്മ മൂലം റിസോഴ്സസിന് ട്രാൻസ്ഫർ ഉണ്ടാകുന്നു. പക്ഷേ ടാക്സസ് റിസോഴ്സ് ട്രാൻസ്ഫർ ഇല്ലേ എങ്കിലും നമുക്ക് ഇമ്പോസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇൻകത്തിൻ്റെ അകത്തുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് ചേഞ്ച് ആകുന്നു. ഓരോ കമ്മ്യൂണിറ്റീസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ചേഞ്ച് ആകുന്നു. ആൻഡ് ദാറ്റ് വിൽ ബി റെഫർ ടു ആസ് ഇൻസിഡൻസ് ഹിയർ. റിസോഴ്സ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ടാക്സ് ഒരു പെർട്ടിക്കുലർ പീപ്പിളിൽ നമ്മൾ ഇമ്പോസ് ചെയ്യുവാണെങ്കിൽ ആ റിസോഴ്സസ് പബ്ലിക് സെക്ടറിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ കുറച്ച് ജനങ്ങളുടെ മേലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അപ്പം പ്രൈവറ്റിലുണ്ടായിരുന്ന റിസോഴ്സസ് നേരെ പബ്ലിക്കിലോട്ടേക്കോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? സോ ഔട്ട്പുട്ട് എഫക്റ്റ് ഇംപ്ലൈ ദാറ്റ് ഇമ്പോസിഷൻ ഓഫ് ടാക്സ് മേ ലീഡ് ടു എ ചേഞ്ച് ഇൻ ദ ഫാക്ടർ ഇൻപുട്ട് ആൻഡ് ഹെൻസ് ടോട്ടൽ ഔട്ട്പുട്ട്.
ഔട്ട്പുട്ട് എഫക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടാക്സ് നമ്മൾ ഇമ്പോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഫാക്ടർ ഇൻപുട്ടിന് ചേഞ്ച് വരുത്തും. സോ അങ്ങനെ ഫാക്ടർ ഇൻപുട്ടിന് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ടോട്ടൽ ഔട്ട്പുട്ടിനും ചേഞ്ച് വരും. ഫോർ എക്സാമ്പിൾ, ലെറ്റ് us assume that a progressive income tax is imposed. അതായത് ഒരു പ്രോഗ്രസീവ് ഇൻകം ടാക്സ് ആണ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കുക. സോ ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ള ആളുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ എമൗണ്ട് കളക്ട് ചെയ്യും, ഏറ്റവും കുറവുള്ള ആളുടെ കയ്യിൽ നിന്ന് ഏറ്റവും കുറവും കളക്ട് ചെയ്യുന്നതാണ് പ്രോഗ്രസീവ് ടാക്സേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ടാക്സ് നമ്മൾ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫാക്ടർ ഇൻപുട്ടിന് ചേഞ്ച് ഉണ്ടാവുകയാണ്, ആൻഡ് ദെയർ ബൈ ടോട്ടൽ ഔട്ട്പുട്ടിനും ചേഞ്ച് ഉണ്ടാവുന്നു. This may induce the workers to work less or work more, leading to the change in the rate of savings and investments. അതായത് ഇപ്പോൾ ടാക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രോഗ്രസീവ് ടാക്സേഷൻ വന്നിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട വർക്കേഴ്സിന് ടാക്സ് കുറവായിരിക്കില്ല വരിക. സോ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അവർ കൂടുതൽ പണിയെടുക്കാനായിട്ടുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടാകുന്നു, ബിക്കോസ് അവർക്ക് കൂടുതൽ എമൗണ്ട് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ടാക്സസ് അവരുടെ മേൽ റിഗ്രസീവായിട്ടാണ് ഇമ്പോസ് ചെയ്തിരിക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? അവർക്ക് വർക്ക് ചെയ്യാനുള്ള താല്പര്യം സ്വാഭാവികമായിട്ടും കുറയും, ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സേവിങ്സ് കുറയുകയും ചെയ്യും. ഓക്കെ, ആ ചേഞ്ചസ് എന്തിന് കാരണമാവും? ഔട്ട്പുട്ടിൻ്റെ ഗ്രോത്തിൻ്റെ ചേഞ്ചിന് കാരണമാവും. ലൈക്ക്വൈസ് അതുപോലെ തന്നെ ബഡ്ജറ്ററി പോളിസി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് കമ്മ്യൂണിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നു. ഓൾ ദീസ് എഫക്ട്സ് ഇൻറ്ററാക്ട്. അപ്പോൾ നമ്മൾ 3 എഫക്റ്റുകൾ പറഞ്ഞായിരുന്നല്ലേ മുൻപ്? ആ 3 എഫക്റ്റുകളും ഇൻറ്ററാക്ട് ചെയ്യുന്ന എഫക്റ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന എഫക്റ്റുകളാണ് 3 Thus, the distributional effect of a particular budget measure dependence on their effects on the capacity, output and employment, just as the latter depend on concurrent changes in the distribution. അതായത് ഡിസ്ട്രിബ്യൂഷണൽ എഫക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ബഡ്ജറ്റ് മെഷറിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് എഫക്റ്റാണ്. അല്ലെങ്കിൽ ബഡ്ജറ്റ് മെഷർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റിൽ ഡിസ്ട്രിബ്യൂഷണൽ എഫക്റ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും അത് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് എഫക്റ്റ് ഓൺ ദ കപ്പാസിറ്റീസ് ഓഫ് ദ ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആയിരിക്കും. അതായത് എംപ്ലോയ്മെൻറ്റിലും ഔട്ട്പുട്ടിൻ്റെ കപ്പാസിറ്റിയിലുമായിരിക്കും പ്രധാനമായിട്ടും ഡിസ്ട്രിബ്യൂഷണൽ എഫക്റ്റ് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഡിസ്ട്രിബ്യൂഷനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അനാലിസിസിൽ of incidence, Musgrave take into consideration the distributional effect of tax and expenditure policies of the budget. സോ ഈ ഒരു അനാലിസിസിൽ മസ്ഗ്രേവ് പ്രധാനമായിട്ടും കണക്കിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ടാക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷണൽ എഫക്റ്റും എക്സ്പെൻഡിച്ചർ പോളിസീസുമാണ്. ബഡ്ജറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ പോളിസീസും ടാക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷണൽ എഫക്റ്റ്. അതായത് ഡിസ്ട്രിബ്യൂഷണൽ എഫക്റ്റ് ഓഫ് ടാക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടാക്സ് എങ്ങനെയൊക്കെ വിതരണം ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റും, അതുപോലെ തന്നെ ബഡ്ജറ്റിൻ്റെ അകത്തുള്ള എക്സ്പെൻഡിച്ചർ പോളിസീസും ആണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ടാക്സ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റിൽ മസ്ഗ്രേവ് കണക്കാക്കുന്നത് ഇങ്ങനത്തെ ഈ 2 കാര്യങ്ങളാണ്. ഓക്കെ, മൂവിങ് ഓൺ. Statutory and economic incidence. In fact, the taxes are mandatory imposition and not a voluntary purchase payment. ടാക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാനുള്ളതല്ല, മറിച്ച് കമ്പൽസറി ആയിട്ട് ഒരു സെർട്ടൻ എമൗണ്ട് നമ്മൾ ഗവൺമെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ടാക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ടാക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ജനങ്ങൾക്ക് ഒരു ബേർഡൻ ആയിരിക്കും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് പലപ്പോഴും ടാക്സ് പേയേഴ്സ് അതുകൊണ്ട് അതിൽ നിന്ന് എവൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ബേർഡനിൽ നിന്ന് വിമുക്തി നേടാനൊക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഒരു ടാക്സ് ഇമ്പോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ മേൽ ഒരു ലീഗൽ ലയബിലിറ്റി വരികയാണ് അത് പേ ചെയ്യണം എന്നുള്ളത്, അല്ലേ? വിച്ച് മേ റെസ്റ്റ് അപ്പോൺ ആരുടെ മേലായിരിക്കും? ഒരു ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡിൻ്റെ മേലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ഓണറിൻ്റെ മേലായിരിക്കാം, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ മേലായിരിക്കും, കൺസ്യൂമറിൻ്റെ മേലായിരിക്കാം. അങ്ങനെ ആരുടെയെങ്കിലും മുകളിലായിരിക്കും എന്ത് ഒരു ടാക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലീഗൽ ലയബിലിറ്റി ഉണ്ടാവുന്നത്. ചിലപ്പോൾ അത് ആരുടെയൊക്കെ ഇൻഡിവിജ്വലിനായിരിക്കും അത് പേ ചെയ്യാനുള്ള ഒരു കടമ വരുന്നത്, അതല്ലെങ്കിൽ പിന്നെ ഒരു ഫേമിൻ്റെ ഓണറിനായിരിക്കും. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ആയിരിക്കാം ഇങ്ങനെ ഒരു liability വരുന്നത്. This involves 2 consideration. This legal liability for payment of tax is called statutory incidence. So ഈ ഒരു legal liability to pay tax അതാണ് എന്ത് പറയുന്നത്? called
സ്റ്റാറ്റുവേറ്ററി ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിന് 2 കൺസിഡറേഷൻ ഉണ്ട്. ഒന്നാമത്തേത്, ഏറ്റവും അവസാനം എൻ്റയർ ടാക്സ് ബേർഡൻ ഇൻഡിവിജ്വൽസ് ആയിരിക്കും ബോൺ ചെയ്തിരിക്കുന്നത്. അതായത് ടാക്സസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ബിസിനസ് ഫേംസിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ് ബേർഡൻ നമ്മൾ ട്രേസ് ചെയ്ത് നോക്കുമ്പോൾ അറ്റ് ഇസ് ട്രേസ്ഡ് ടു ദ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ് ആസ് ദ ഓണേഴ്സ് ഓഫ് ഫേംസ്, ആസ് എംപ്ലോയീസ് ഓർ ആസ് കൺസ്യൂമേഴ്സ് ഓഫ് ദെയർ പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു ബേർഡൻ വന്ന് ഷിഫ്റ്റ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ബേർഡൻ വരുന്നത് ആർക്കായിരിക്കും? നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ ബേസിസിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫൈനൽ ബേർഡൻ ഓഫ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആരുടെ തലയിലാണോ വരുന്നത് അതാണ് ഇൻസിഡൻസ് ഓഫ് ടാക്സേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ സ്റ്റാറ്റുവേറ്ററി ഇൻസിഡൻസിൻ്റെ അകത്ത് ഫൈനൽ ബേർഡൻ ഇൻഡിവിജ്വൽസിനാണ് വരുന്നതെന്ന് മനസ്സിലായി. ദ ലീഗൽ ലയബിലിറ്റി ഓഫ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ആണ് സ്റ്റാറ്റുവേറ്ററി ഇൻസിഡൻസ് എന്ന് പറയുന്നത്. മൂവിങ് ഓൺ ഫർദർ. Secondly, the final burden of taxation may differ from that of statutory liabilities, whether tax is imposed on individuals or firms. Due to the imposition of taxes, individuals as well as firms may adjust their sale and purchase, this affecting the possession of others. The person on whom statutory liability for payments rests may try to pass on their burden to others by changing the terms under which they are willing to trade. അതായത് ആരുടെ മുകളിലാണോ, ഏത് വ്യക്തിയുടെ മുകളിലാണോ സ്റ്റാറ്റുവേറ്ററി ലയബിലിറ്റി ഓഫ് പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് വന്നിരിക്കുന്നത് അവരെപ്പോഴും അത് മറ്റൊരാളുടെ തലയിലോട്ടേക്ക് ചേഞ്ച് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. എങ്ങനെയായിരിക്കും? ബൈ ദ ടേംസ് അണ്ടർ വിച്ച് ദേ ആർ വില്ലിംഗ് ടു ട്രേഡ്. ഓക്കെ, ഹെൻസ് വെനവർ ഒരു ടാക്സ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ദെയർ വിൽ ബി എ ചെയിൻ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഒരു ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവിടെ ട്രാൻസാക്ഷൻസിൻ്റെ സ്പിയറിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഓട്ടോമൊബൈലിൽ എക്സൈസ് ഡ്യൂട്ടി ലെവി ചെയ്യുവാണെങ്കിൽ ആരുടെ മുകളിലായിരിക്കും അത് ലെവി ചെയ്തിരിക്കുന്നത്? ഒരു സെല്ലറിൻ്റെ മുകളിലായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് ഹാപ്പൻ ഈസ് ഹി മേ കോസ് ദം ടു റൈസ് ദ പ്രൈസസ് ഹോപ്പിംഗ് ടു പാസ് ദ ബേർഡൻ ടു ദ ഓഫ് ടാക്സ് ടു ദ ബയേഴ്സ്. സോ അയാൾ എന്ത് ചെയ്യും? അയാളുടെ ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസ് ചെയ്യും. സോ അവിടെ എന്താ സംഭവിക്കുക? അൾട്ടിമേറ്റ് ബേർഡൻ ബയേഴ്സിൻ്റെ തലയിലോട്ടൊക്കെ ആയിരിക്കും അയാൾ പാസ് ചെയ്തിരിക്കുന്നത്. ഹൂ ഇൻ ടേൺ വിൽ അറ്റംപ്റ്റ് ടു അവോയ്ഡ് ഇറ്റ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് അതർ പർച്ചേസസ്. സോ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ബയർ എന്ത് ചെയ്യും? അയാൾ പറയും ഇതെനിക്ക് വേണ്ട, ഞാൻ മറ്റൊന്ന് പർച്ചേസ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ അയാൾ അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും കാണിക്കുന്നത്. ഇമ്പോസിഷൻ ഓഫ് ഇൻകം ടാക്സ് മേ ലീഡ് ടു റെഡ്യൂസ്ഡ് ഹവേഴ്സ് ഓഫ് വർക്ക്. സോ എന്താ സംഭവിക്കുക? ഇൻകം ടാക്സ് ഇമ്പോസ് ചെയ്യുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും വർക്ക് അവേഴ്സ് എങ്ങനെയായിരിക്കും? ജനങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് അവർ വർക്ക് ചെയ്തിരിക്കുന്ന സാധനത്തിൽ കിട്ടുന്ന പൈസയിൽ നിന്ന് കുറേ പൈസ ഇൻകം ടാക്സ് ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ള താല്പര്യം കുറയും, അല്ലേ? സോ റെഡ്യൂസ്ഡ് ഹവേഴ്സ് ഓഫ് വർക്ക് ദെയർ ബൈ ഡ്രൈവിംഗ് അപ്പ് ഗ്രോസ് വേജ് റേറ്റ് ആൻഡ് ബേർഡനിങ് കൺസ്യൂമേഴ്സ്. സോ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ്ഡ് ആവും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഫൈനൽ കൺസ്യൂമേഴ്സിനായിരിക്കും ആ ബേർഡൻ വരുന്നത്. ഇൻ ഈച്ച് കേസ് ടാക്സ് പേയേഴ്സ് എബിലിറ്റി ടു മേക്ക് സച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദ വില്ലിംഗ്നെസ് ഓഫ് അതർ transactor to go along. If the sellers raises the price, the buyer will fight back by purchasing less. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടാക്സ് പെയറിൻ്റെ എബിലിറ്റി ടു മേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒരുപാട് പ്രോബ്ലം ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സെല്ലർ അയാൾക്ക് ഇൻകം ടാക്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാക്സ് പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അയാൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സാധനത്തിന് അയാൾ വില കൂട്ടും. സോ ജനങ്ങൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് അതിനെ ഫൈറ്റ് ബാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് അവരതിന് ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഹെൻസ് ദ ഔട്ട്കം വിൽ ഡിപ്പെൻഡ് ഓൺ ദ റെസ്പോൺസ് ഓഫ് ദ ടു പാർട്ടീസ്. ഇൻ എസെൻസ്, ദ റിസൾട്ടിംഗ് ചെയിൻ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് മേ ലീഡ് ടു ദ ഫൈനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബർഡൻ വിച്ച് Musgrave call as economic incidence, which differs greatly from statutory incidence. സോ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക? ഇതിൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് പാർട്ടികളുടെയും റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ഇരിക്കുന്നത്. ഏറ്റവും അവസാനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്താണ്? ഈ ചെയിൻ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് മേ ലീഡ് ടു ദ ഫൈനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബേർഡൻ. സോ ഇങ്ങനത്തെ ചെയിൻ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഫൈനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബേർഡൻ ഇക്കണോമിക് ബേസിസിലാണ് മാറ്റുന്നത്, അല്ലേ? സോ അതിനെയാണ് മസ്ഗ്രേവ് എന്തെന്ന് വിളിച്ചത്? ഇക്കണോമിക് ഇൻസിഡൻസ് എന്ന് വിളിക്കുന്നത്. ഇതൊന്നും അത്രയ്ക്ക് ഒരു ഡിഗ്രി ലെവലിൽ ഇത്ര ഡീപ്പായിട്ടൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് അത്യാവശ്യം
എന്താണ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. സോ മൂവിങ് ഓൺ. B. Types of tax incidence. Professor Musgrave points out 6 concepts of incidence depending upon the type of budget പോളിസി കൺസിഡർഡ്. ഏത് ബഡ്ജറ്റ് പോളിസിയാണോ കൺസിഡർ ചെയ്തിരിക്കുന്നത് ആ ബഡ്ജറ്റ് പോളിസി അനുസരിച്ച് തന്നെ മസ്ഗ്രേവ് 6 കോൺസെപ്റ്റ് ഓഫ് ഇൻസിഡൻസ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ബഡ്ജറ്റ് ചേഞ്ചസ് ഒക്വർ വിത്ത് ക്ലാസിക്കൽ സിസ്റ്റം വെയർ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇസ് മെയിൻറ്റെയിൻഡ് ഓട്ടോമാറ്റിക്കലി. സോ ഇതിനകത്തൊരു അസംഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ബഡ്ജറ്റ് ചേഞ്ചസ് ക്ലാസിക്കൽ സിസ്റ്റത്തിൽ ഒക്വർ ചെയ്യുന്നിരിക്കുന്നത് എങ്ങനെയാണോ അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെൻറ്റ്സിലോട്ടേക്ക് വരുന്നത് കൊണ്ട് ഫുൾ എംപ്ലോയ്മെൻറ്റ് എപ്പോഴും തന്നെ ഉണ്ടായിരിക്കും എന്നൊരു അസംഷൻ ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എപ്പോഴാണോ ഒരു ബഡ്ജറ്ററി പോളിസി ചേഞ്ച് ചെയ്തിരിക്കുന്നത് ദെയർ വിൽ ബി ദ ഡിസ്ട്രിബ്യൂഷണൽ ചേഞ്ചസ് ഇൻ ഇൻകം അവൈലബിൾ ഫോർ പ്രൈവറ്റ് യൂസ്. സോ വിച്ച് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ഇൻ ദ ഫോളോയിങ് വേ. സ്പെസിഫിക് ടാക്സ് ഇൻസിഡൻസ്. ഒരു വേ ഓഫ് ഇൻ എക്സാമിനിങ് ദ കോൺസെപ്റ്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂഷണൽ എഫക്റ്റ് ഓഫ് ഇമ്പോസിങ് എ പെർട്ടിക്കുലർ ടാക്സ് വൈൽ ഹോൾഡിംഗ് പബ്ലിക് എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് ടാക്സ് ഇമ്പോസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ ഒരു ഡിസ്ട്രിബ്യൂഷണൽ എഫക്റ്റ് കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് ചേഞ്ചസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം റിസൾട്ടിങ് ഫ്രം ദ ചേഞ്ചസ് ഇൻ പെർട്ടിക്കുലർ ടാക്സ് ഫംഗ്ഷൻ. ഒരു പെർട്ടിക്കുലർ ടാക്സ് ഫംഗ്ഷൻ്റെ അകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിന് കാരണമാവും? ഇൻകത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷന് കാരണമാകും അല്ലേ. വൈൽ കീപ്പിംഗ് പബ്ലിക് എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻറ്റ് ഇൻ റിയൽ ടേംസ് ഈസ് കോൾഡ് സ്പെസിഫിക് ടാക്സ് ഇൻസിഡൻസ്. സോ എന്താണ് ഒരു പെർട്ടിക്കുലർ ടാക്സ് ഫംഗ്ഷനകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് അതിനകത്തുള്ള ഇൻകത്തിൻ്റെ അകത്ത് ചേഞ്ച് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിയൽ ടേംസിൽ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്പെസിഫിക് ടാക്സ് ഇൻസിഡൻസ് എന്ന്. മസ്ഗ്രേവ് ഇതിനെ അബ്സല്യൂട്ട് ഇൻസിഡൻസ് എന്നും പറയാറുണ്ട്. നമുക്കിത് അനലൈസ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. സപ്പോസ് ഒരു നമ്മുടെ ഇൻകം ടാക്സ് റെഡ്യൂസ് ചെയ്തു വിത്തൗട്ട് thereby കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ എക്സ്പെൻഡിച്ചറിൻ്റെ അകത്ത് യാതൊരു ചേഞ്ചും വരുന്നില്ല, പക്ഷേ നമ്മുടെ ഇൻകം ടാക്സ് റെഡ്യൂസ് ചെയ്തു. So corresponding in the no change in the corresponding expenditure or an offset change in other taxes. Okay, as a result income tax fall ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മോണിറ്ററി ടേംസിലും റിയൽ ടേംസിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും അല്ലേ. പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ ദ അതർ ഹാൻഡ് ഇൻക്രീസസ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഇൻകം on the part of individual. This result in the rise in price and cost and consequent increase in the public expenditure in the money terms to maintain real purchase. സോ ഇൻകം ടാക്സിൽ നിന്നുള്ള ഈൽഡ് ഗവൺമെൻറ്റിന് മണി ടേംസിൽ വളരെയധികം കുറയാണ്. സോ ഇൻകം ടാക്സ് കുറഞ്ഞു, പക്ഷേ എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇവിടെ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു അല്ലേ. സോ ഇൻകം ഹൈ ആയിട്ട് ജനങ്ങളുടെ കയ്യിലിരിക്കുകയാണ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലിരിക്കുകയാണ്. സോ സ്വാഭാവികമായിട്ട് അവർക്ക് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ അവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നു. സോ വാട്ട് ഹാപ്പൻസ്? റൈസ് ഇൻ പ്രൈസ് ആൻഡ് കോസ്റ്റ് ആൻഡ് കോൺസിക്വൻറ്റ് ഇൻക്രീസ് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ മണി ടേംസ് ടു മെയിൻറ്റെയിൻ റിയൽ പർച്ചേസ്. സോ റിയൽ പർച്ചേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു, അതേപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ കോസ്റ്റും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. ഇൻ റെസ്പോൺസ് ടു ദ ഇൻകത്തിൻ്റെ റൈസിൻ്റെ കൂടെ തന്നെ ടാക്സ് ഈൽഡും ഇൻക്രീസ് ചെയ്യുകയാണ്. ആദ്യം ഇനിഷ്യൽ ലോസസ് ആർ നോട്ട് ഫുള്ളി റിക്കോപ്ഡ്. The government is therefore forced to increase deficit spending to maintain a level of expenditure. ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് എക്സ്പെൻഡിച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാവശ്യമായിട്ട് ഗവൺമെൻറ് ഫോഴ്സ്ഡ് ടു ഇൻക്രീസ് ദ ഡെഫിസിറ്റ് സ്പെൻഡിങ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വരും. For what? In order to maintain a particular level of expenditure. Then an inflationary process sets in motion. പിന്നെ ഒരു ഇൻഫ്ലേഷണറി പ്രോസസ്സ് ആയിരിക്കും വരുന്നത്. ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇൻകം ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഡ്യൂ ടു ദ റിഡക്ഷൻ ഇൻ ദ ഇൻകം ഇൻ ദ ഹാൻഡ്സ് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ കയ്യിലുള്ള ഇൻകത്തിൻ്റെ കുറവ് കാരണം എന്താ സംഭവിക്കുക? അവരുടെ പ്രൈവറ്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ ഇൻകം ടാക്സ്. ദിസ് മേ ജനറേറ്റ്. അപ്പോൾ അതെന്താ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഒരു ഡിഫ്ലേഷണറി സിറ്റുവേഷൻ ആയിരിക്കും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇൻഫ്ലേഷണറി സിറ്റുവേഷനും ഡിഫ്ലേഷണറി സിറ്റുവേഷനും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സ്പെസിഫിക് ടാക്സ് ഇൻസിഡൻസ്. സോ നമുക്ക് 2 ടൈപ്പ് ഓഫ് ഇൻസിഡൻസിനെ കാണിക്കുന്നു. ഒന്നാമത്തേതെന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻസിഡൻസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ എ പെർട്ടിക്കുലർ ടാക്സ്. ഒരു പെർട്ടിക്കുലർ ടാക്സിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ചേഞ്ച് കാരണം ചേഞ്ച് ചെയ്യപ്പെടുന്ന ഇൻസിഡൻസ്. രണ്ടാമത്തത് ദ ഇൻസിഡൻസ് ഡ്യൂ ടു ഇൻഫ്ലേഷൻ ഓർ ഡിഫ്ലേഷൻ ഇൻഫ്ലേഷൻ കാരണമോ ഉണ്ടാകുന്ന ഇൻസിഡൻസ്. സോ അതാണ് രണ്ടാമത്തത്. ഓക്കെ, ഡിഫറൻഷ്യൽ ടാക്സ് ഇൻസിഡൻസ് ആണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്. This refers to the distributional effect that
result in one tax is substituted for another. സോ എന്താ ഇവിടെ സംഭവിക്കുക? ഡിസ്ട്രിബ്യൂഷണൽ എഫക്റ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ എന്താ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? ഒരു ടാക്സ് മറ്റൊരു ടാക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എന്താണ്? എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അസ്യൂം ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്? മണി ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് രണ്ട് ടാക്സിൻ്റെയും എത്രയായിരിക്കും? സെയിം ആയിരിക്കും. സോ ഒരു ടാക്സ് മറ്റൊരു ടാക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. വെൻ വൺ ടാക്സ് ഇസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ അനദർ. അതുപോലെ തന്നെ റവന്യൂ ഈൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അൺചേഞ്ച് ആയിട്ട് വെക്കുകയാണ് എങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ദ എമൗണ്ട് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ വിൽ റിമൈൻ ദ സെയിം. അതായത് ഒരു ടാക്സ് മറ്റൊരു ടാക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് സെയിം ടാക്സ് റേറ്റിൽ വെച്ചിട്ട്. സോ എന്താ സംഭവിക്കുക? അവിടെ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത് അല്ലേ? സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഈക്വൽ ഈൽഡ് ടാക്സസ് ദസ് ഡിഫൈൻഡ് വിൽ ബി എ ബാലൻസ്ഡ് ബഡ്ജറ്റ് ഓപ്പറേഷൻ. സോ ഇങ്ങനെയൊരു ഈക്വൽ ഈൽഡ് ടാക്സസിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്താണ്? അതൊരു ബാലൻസ്ഡ് ബഡ്ജറ്റ് ഓപ്പറേഷൻ ആണെന്നാണ് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാവുന്നത്. മൂവിങ് ഓൺ, നമ്മൾ അതിനൊരു ഇല്ലുസ്ട്രേഷൻ നോക്കുകയാണ്. ഗവൺമെൻറ് റീപ്ലേസസ് ₹50 million ഓഫ് ഇൻകം ടാക്സ് റവന്യൂ വിത്ത് എ സിഗരറ്റ് എക്സൈസ് ഈൽഡിങ് ദ സെയിം എമൗണ്ട് ഓഫ് റവന്യൂ. സോ എന്താണ്? ഗവൺമെൻറ് ഒരു 50 million ഇൻകം ടാക്സ് റവന്യൂ സിഗരറ്റ് ഈൽഡിംഗ് ആയിട്ട് ആ സെയിം എമൗണ്ട് ഓഫ് റവന്യൂ ഈൽഡ് ചെയ്തിരിക്കുന്നത് ബേസ് ചെയ്തിട്ട് എക്സൈസ് ഡ്യൂട്ടിയിലോട്ടേക്ക് ലെവി ചെയ്യാണ്. എന്തിൻ്റെ? സിഗരറ്റിൻ്റെ എക്സൈസ് ഡ്യൂട്ടിയിലോട്ടേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഫണ്ടമെൻ്റലി ടാക്സ് പോളിസി ചേഞ്ചസ് ഇൻവോൾവ് നോ റിസോഴ്സ് ട്രാൻസ്ഫർ. ഒരു റിസോഴ്സ് ട്രാൻസ്ഫറും ടാക്സ് പോളിസി ചേഞ്ചിൽ ഉണ്ടാകുന്നില്ല. ടു പബ്ലിക് യൂസ് ആൻഡ് ഇമ്പോസ് നോ നെറ്റ് ബേർഡൻ ഓൺ പ്രൈവറ്റ് സെക്ടർ. സോ ഇവിടെ വന്നു കഴിയുമ്പോൾ എന്താണ്? പബ്ലിക് സെക്ടറിന് ഒരുപാട് ബേർഡൻ ക്രിയേറ്റ്, റിസോഴ്സ് ട്രാൻസ്ഫറിന് ചേഞ്ച് വന്നതോടുകൂടി ഒരുപാട് ചേഞ്ച് വരുന്നില്ല. അതേപോലെ തന്നെ ഒരുപാട് പ്രൈവറ്റ് സെക്ടറിന് ബേർഡനും ക്രിയേറ്റ് ആവുന്നില്ല. ഇറ്റ് മിയർലി ഇൻവോൾവ് എ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാക്സ് ബേർഡൻ എമോങ് ഹൗസ് ഹോൾഡ്. സോ ഹൗസ് ഹോൾഡിൻ്റെ അവിടെ എന്താ സംഭവിക്കുക? ടാക്സ് ബേർഡന് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഹൗസ് ഹോൾഡ് നേരത്തെ അവരുടെ ഹൂസ് ഇൻകം ടാക്സ് ലയബിലിറ്റി ഈസ് റെഡ്യൂസ്ഡ് വിൽ ഗെയിൻ. എവിടെയാണോ ഇൻകം ടാക്സ് ലയബിലിറ്റി, ഏത് ഹൗസ് ഹോൾഡിനാണോ അവരുടെ ഇൻകം ടാക്സ് ലയബിലിറ്റി കുറവായിരുന്നത്, വാട്ട് ഹാപ്പൻസ്? അവർ ഗെയിൻ ചെയ്യാനായിട്ട് തുടങ്ങും. മറ്റൊരു രീതിയിൽ അതേഴ്സ് വിത്ത് ഹൈ സിഗരറ്റ് പർച്ചേസസ് വിൽ ലോസ്. അപ്പോൾ നമ്മൾ ഒരെണ്ണം മറ്റൊന്നിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇൻകം ടാക്സിൽ നിന്ന് മുക്തി നേടിയവർ ഗെയിൻ ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷേ സിഗരറ്റ്സ് അൺഈവൻ ആയിട്ട് യൂസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എവറി ടൈം യൂസ് ചെയ്യുന്നവരുടെ കയ്യിൽ നിന്ന് നഷ്ടങ്ങൾ വരാനായിട്ട് തുടങ്ങും. ഇഫ് വി ഗോ ബിയോണ്ട് ടുബാക്കോ ഗ്രോവേഴ്സ് ആൻഡ് സിഗരറ്റ് വർക്കേഴ്സ് വിൽ ലോസ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ നമ്മൾ ഒരു ടാക്സ് മറ്റൊന്നിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വെക്കുകയാണ്. അതായത് ഇൻകം ടാക്സ് സിഗരറ്റിൻ്റെ എക്സൈസ് ഡ്യൂട്ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സിഗരറ്റ് യൂസേഴ്സ് അവർ ഒരുപാട് നഷ്ടത്തിലോട്ടേക്ക് മാറുകയാണ് ചെയ്യുക. ഹെൻസ് റിസൾട്ടിംഗ് ടോട്ടൽ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് റെഫേർഡ് ടു ആസ് ഡിഫറൻഷ്യൽ ടാക്സ് ഇൻസിഡൻസ്. സോ ടോട്ടൽ ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, ഈ ഡിസ്ട്രിബ്യൂഷനകത്തുണ്ടാകുന്ന ടോട്ടൽ ചേഞ്ചിനെയാണ് ഡിഫറൻഷ്യൽ ടാക്സ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ് മെഷർ ചെയ്തിരിക്കുന്നത്? ഡിഫറൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷണൽ എഫക്റ്റ് ഓഫ് ഫിനാൻസിങ് എ ഗിവൻ എക്സ്പെൻഡിച്ചർ ബൈ വൺ ടാക്സ് ഓർ അനദർ. ഒരു ടാക്സ് അല്ലെങ്കിൽ മറ്റൊരു ടാക്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂഷണൽ എഫക്ട്സിനെ ഫിനാൻസ് ചെയ്യുന്നതിൻ്റെ ഡിഫറൻസസ് ആണ് ഇത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. Specific expenditure tax incidence. Here in a situation when public expenditure change ചെയ്യാണ്, എപ്പോഴാണ്? ടാക്സ് റേറ്റ് സ്ട്രക്ചർ ആൻഡ് അസസ്മെൻറ്റ് ഫോർമുല കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ ചേഞ്ച് ചെയ്യാണ്. ഈ ഒരു സിറ്റുവേഷനിൽ എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ അപ്പോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് സ്പെസിഫിക് എക്സ്പെൻഡിച്ചർ ഇൻസിഡൻസ്. സോ ഇവിടെ എന്താ സംഭവിക്കുക? ഈ ഒരു സിറ്റുവേഷനിൽ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ അകത്തുണ്ടാകുന്ന ചേഞ്ച് ഡിസ്ട്രിബ്യൂഷനിലാണ് ചേഞ്ച് ഉണ്ടാക്കുന്നത്. അതിനെയാണ് സ്പെസിഫിക് എക്സ്പെൻഡിച്ചർ ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇൻക്രീസ്ഡ് ആയിട്ടുള്ള പബ്ലിക് എക്സ്പെൻഡിച്ചർ റിസോഴ്സ് ട്രാൻസ്ഫർ ടു പബ്ലിക് യൂസ് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇൻകം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസ് ചെയ്യുകയാണ്. ഇൻസ്പൈറ്റ് ഓഫ് കോൺസ്റ്റൻറ്റ് ടാക്സ് ഫങ്ഷൻസ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും റിസോഴ്സ് ട്രാൻസ്ഫർ ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ദെയർ ബൈ ജനങ്ങളുടെ കയ്യിലുണ്ടാവുന്ന ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. മറ്റൊരു രീതിയിൽ പറയുവാണെങ്കിൽ ദ ഗെയിൻ ഇൻ ദ ഈൽഡ് വിൽ ഫോൾ ഷോർട്ട് ഓഫ് വാട്ട് ഇസ് നീഡഡ് ബൈ ദ ഗവൺമെൻറ്. പക്ഷേ ഇതിനകത്തൊരു നഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ്റിനായിരിക്കും. എന്താണോ ഗവൺമെൻറ് അതിൽ നിന്ന് ഈൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്, ദാറ്റ് വിൽ ബി falling short. Okay, this is what
വിച്ച് റിസൾട്ട് ഇൻ ആൻ ഇൻഫ്ലേഷണറി പ്രോസസ്സ്. ഇതൊരു ഇൻഫ്ലേഷണറി പ്രോസസ്സിന് കാരണമാവും. മറ്റൊരു കാര്യത്തിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുകയാണെങ്കിൽ ജനങ്ങളുടെ കയ്യിലുള്ള ഇൻകം കുറയുന്നു. അതുപോലെ തന്നെ ഡിഫ്ലേഷണറി സിറ്റുവേഷൻ അവിടെ എറൈസ് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ്? അഗ്രിഗേറ്റ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസും ദെയർബൈ റെഡ്യൂസ് ചെയ്യാണ്. ഈ ഒരു രീതിയിൽ പബ്ലിക് എക്സ്പെൻഡിച്ചറിൻ്റെ അകത്തുണ്ടാകുന്ന ചേഞ്ച് ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സിന് രണ്ട് രീതിക്ക് അഫക്റ്റ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ ചേഞ്ച്, അതുപോലെ തന്നെ രണ്ടാമത്തെ ചേഞ്ച് ഇൻ ഡ്യൂ ടു ഇൻഫ്ലേഷൻ ആൻഡ് ഡിഫ്ലേഷൻ മേ അറൈസ് ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ പോളിസി. പബ്ലിക് എക്സ്പെൻഡിച്ചർ പോളിസിയുടെ ഡിക്രീസും ഇൻക്രീസും അനുസരിച്ചാണ് സ്പെസിഫിക് എക്സ്പെൻഡിച്ചർ ഇൻസിഡൻസ് പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ഫർദർ.